പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇറ്റലിയിലായിരുന്നു. പല ധ്യാനങ്ങൾ നടത്തിയായിരുന്നു. ഇനി 2 ധ്യാനം കൂടി നടത്താനുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ അങ്കിള്, കോഴിക്കോട് രൂപതയുടെ മുൻ വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് പനക്കൽ പെട്ടെന്ന് മരണമടഞ്ഞത്. ഇന്ന് ഈ കത്തീഡ്രൽ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി അഭിവന്യ KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവും 100ഓളം വരുന്ന വൈദികരും ചേർന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് ബലിയർപ്പിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ യാചിക്കുകയാണ്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു വൈദികനാവില്ലായിരുന്നു. എന്നെ ഒരു പുരോഹിതനാക്കാൻ ഏറ്റവും ആഗ്രഹിച്ചും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചും എന്നെ എൻ്റെ പൗരോഹിത്യത്തിൽ ഒരു തിന്മയും വരാതിരിക്കാനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തത് അച്ഛനാണ്. ഇന്ന് മെയ് 5-ാം തീയതി അച്ഛൻ പട്ടം കിട്ടിയിട്ട് 50ാമത്തെ വർഷമാണ്. അച്ഛൻ്റെ ഗോൾഡൻ ജൂബിലിയാണ്. യഥാർത്ഥത്തിൽ ഇന്നിവിടെ നടക്കാൻ പോകുന്ന കുർബാനയും പ്രാർത്ഥനകളും ഇവിടെ വരുന്ന ആയിരക്കണക്കിന് അച്ഛനെ കാണാൻ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരും അച്ഛൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി സ്വർഗത്തിലും ആഘോഷിക്കട്ടെ. നാളെ ആണ് അച്ഛൻ്റെ ഫ്യൂണറൽ അടക്കം നടക്കുന്നത്. കൊച്ചിയിൽ കണ്ടക്കടവ് സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന പള്ളിയിലാണ്. വൈകുന്നേരം 4 മണിക്കാണ് അവിടെ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന യാചിച്ച് നമുക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ നിന്നെല്ലാ ബാധകൾ, രോഗങ്ങൾ, നിങ്ങളുടെ മക്കളുടെ കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ അരൂപികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുക, ബഹിഷ്കരിക്കുക, ശാസിക്കുക. നിങ്ങളുടെ പറമ്പിൻ്റെ കച്ചവടത്തെ തടസ്സപ്പെടുത്താനായിട്ട് കൂടോത്രങ്ങളിലൂടെ, മന്ത്രവാദങ്ങളിലൂടെ, സാത്താൻ പ്രവൃത്തികളിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുകയോ ആകുലപ്പെടുത്തുകയോ അസ്വസ്ഥതപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളെ അച്ഛൻ ബന്ധിക്കുക, ബഹിഷ്കരിക്കുക. നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ സംസാരിക്കുന്നവർ, നിങ്ങളുടെ സ്ഥാപനം തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, നിങ്ങളുടെ പ്രയത്നങ്ങളെ വില കുറച്ച് കാണുന്നവർ, നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിങ്ങളുടെ സൽപ്പേര് കെടുത്താൻ ശ്രമിക്കുകയും നിരന്തരം നിങ്ങൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സകല ശക്തികളെയും അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുക. നിങ്ങളുടെ മക്കളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന ആ മൊബൈൽ ഫോണുകൾ, തെറ്റായ ചിന്തകൾ, തെറ്റായ ബോധ്യങ്ങൾ, നിങ്ങളുടെ മക്കളെ തെറ്റായ വഴിക്ക് നയിക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ദുഷ്ടശക്തികൾ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കൊക്കെ അടിമപ്പെടുത്തുവാനും അവരെ അലസരാക്കാനും അവരെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റുന്നതിനും ഏതെങ്കിലും വിധത്തിൽ തിന്മയുടെ രൂപികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുക. എല്ലാ നാശകരമായ ജീവികളെ ബന്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പറമ്പിൽ ഇങ്ങനെ നുഴഞ്ഞ് കയറി പറമ്പിൽ നിങ്ങൾ ചെയ്യുന്ന പ്രയത്നങ്ങൾ, നിങ്ങളുടെ കാർഷിക മേഖലയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുദോഷങ്ങളോ തിന്മയുടെ രൂപികളോ നാശകരമായ ജീവികളുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുക. നിങ്ങളുടെ യാത്രകളെ ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ വാഹനങ്ങൾ
ഇങ്ങനെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്നു, നിരന്തരം വാഹനങ്ങൾക്ക് പണികൾ വരുന്നു, അതുകൊണ്ട് ഒരു സ്വസ്ഥതയില്ല. ആ മേഖലയിൽ പലപ്പോഴും പീഡകളാണ്. അതിനെ യേശുക്രിസ്തുവിനകത്ത് ബന്ധിക്കുക. നിങ്ങളുടെ യാത്രാ ഉപകരണങ്ങൾ, നിങ്ങളുടെ വാഹനങ്ങൾ, നിങ്ങളുടെ വസ്തുവകകൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ നാശകരമായ വ്യക്തികളെല്ലാം വിട്ടുമാറട്ടെ. അപ്പോൾ നിങ്ങളുടെ തൊഴിലിന് നല്ലൊരു കെട്ടുറപ്പുണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു കെട്ടുറപ്പുണ്ടാകട്ടെ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും വിട്ടുമാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മന്ദീഭവിപ്പിക്കുന്ന, പ്രാർത്ഥന തടസ്സപ്പെടുത്തുന്ന, പ്രാർത്ഥിപ്പിക്കാതിരിക്കുന്ന ഘടകങ്ങളുണ്ടല്ലോ. അത് സോഷ്യൽ മീഡിയകളാകാം, പല വിചാരങ്ങളാകാം, പല വ്യക്തികളിലൂടെ കടന്നു വന്നതാകാം. അപ്പോൾ പണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഒരു ആത്മീയ മന്ദതകൾ. പല വ്യക്തികളും പിതോച്ചാടകർ അതൊരു പിശാചിൻ്റെ ആക്രമണമായിട്ട് കാണുന്നുണ്ട്. ആ മേഖലകൾ ഇന്ന് ബന്ധിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിട്ടുമാറട്ടെ. ഇന്നൊരു പുതിയ അഭിഷേകം നിങ്ങൾക്ക് കിട്ടട്ടെ. നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ തലമുറയ്ക്ക് പുതിയൊരു അഭിഷേകം, ദൈവത്തിൻ്റെ വരദാനങ്ങൾ ഇന്ന് ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇന്ന് വീട്ടിൽ പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങളും അലർജികളും തുമ്മലുകളും തടസ്സങ്ങളും കച്ചവട തടസ്സങ്ങളും ആദിവ്യാധികളെല്ലാം യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവിൽ ആശ്രയിക്കാനുള്ള പുതിയൊരു ആത്മവിശ്വാസവും പുതിയൊരു ധൈര്യവും ഇന്ന് നിങ്ങളുടെ ഭവനങ്ങൾക്ക് ലഭിക്കട്ടെ. പ്രത്യേകിച്ച് വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സാമ്പത്തികമായിട്ട് പല വിധത്തിൽ ഇങ്ങനെ കടങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നവർ, ഒരു സഹോദരനെ വിളിച്ച്, അച്ഛാ 40 ലക്ഷത്തോളം കടമുണ്ട്, ഓരോ ദിവസവും കടങ്ങൾ പെരുകയാണ്, പല വിധത്തിലുള്ള കേസുകൾ വരുന്നു, ഭർത്താവിൻ്റെ മദ്യപാനം വരുന്നു. ഇതുപോലെ വിദേശത്ത് ആഗ്രഹിച്ച സ്ഥലത്ത് ചെന്നിട്ടും ആഗ്രഹിച്ച പോലെ സാമ്പത്തിക അഭിവൃദ്ധിയോ കുടുംബ സമാധാനമോ സന്തോഷമോ കിട്ടാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ. വിദേശത്തുള്ള മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്. അവരാഗ്രഹിക്കുന്ന പോലെ മക്കൾ പഠനത്തിലോ ജോലിയിലോ എത്തിപ്പെടുന്നില്ല. ജോലി തടസ്സം നേരിടുന്നു, ചിലർ ലഹരിക്ക് അടിമപ്പെടുന്നു, മദ്യത്തിന് അടിമപ്പെടുന്നു, മാനസിക രോഗികളായി മാറുന്നു. അങ്ങനെ പല കുടുംബങ്ങളും ഒരുപാട് സങ്കടങ്ങളിലാണ്. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് ആ മേഖലകളിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ കടന്നു ചെല്ലുക. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയാണ്, ദിവ്യകാരുണ്യനാഥൻ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് കടന്നു വരിക. ഒരു ദിവ്യകാരുണ്യ അഭിഷേകം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ലഭിക്കുക, നിങ്ങളുടെ മനസ്സിന് ലഭിക്കുക, പുതിയൊരു ഉന്മേഷം ഉണ്ടാക്കുക, പുതിയൊരു ശക്തി ഉണ്ടാക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ 56-ാമത്തെ തിരുവചനമാണ്. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ, അതായത് എവിടെ ലോകത്തിൽ എവിടെയാണെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കർത്താവാണ്, ഈ ദിവ്യകാരുണ്യമാണ്. അപ്പം ഗ്രാമങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ നഗരങ്ങളിലോ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ വചനാഭിഷേകത്തിലൂടെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി ഈ വചനം കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലാണെങ്കിൽ അവിടേക്ക് ദിവ്യകാരുണ്യനാഥൻ കടന്നു വരികയും എല്ലാ രോഗികളെയും ഇന്ന് സുഖപ്പെടുത്തുകയും ചെയ്യാം. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. എല്ലാ രോഗികളും, എല്ലാ ബന്ധനങ്ങളും, എല്ലാ ആദിവ്യാധികളും, എല്ലാ അസ്വസ്ഥതകളെയും ഈശോ എടുത്തു മാറ്റുക. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. എല്ലാ മക്കളും സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ,
എല്ലാ ബാധകളും ഒഴിയട്ടെ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ കടന്നു വരണമേ. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വചനം കേൾക്കാനായിട്ട് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക് വരുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുക്കണമേ. അടുത്ത ചൊവ്വാഴ്ച ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി വരാനുള്ള പ്രേരണ കൊടുത്തും അനവധി പേരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുവേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ ഈ ദൈവജനം യൂട്യൂബ് ചാനലിൽ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകൾ അവിടെ നിന്ന് കേൾക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. In the name of the Father and of the Son and of the Holy Spirit, the name of the Father Almighty, Creator of heaven and earth, and in the name of Jesus Christ, His only begotten Son, our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of the archangels and Michael, and through the intercession of all the angels and saints, and with the grace conferred on me through the sacrament of priestly ordination, I hereby rebuke, I command every spirit of darkness and oppression, obsession and affliction, every spirit which causes any kind of sickness or problem in the life of these persons, to depart from them and go to the feet of Jesus. Let Jesus, who had conquered the power of Satan through his passion, death and resurrection, take control over you and send you to the outside darkness. The name of Jesus, the Son of God, I challenge every spell and work of darkness, and I further command you, Satan and satanic powers, to go to the feet of Jesus Christ, to be bound forever and never to return. Let the precious blood of Jesus cover you, protect you from all snares of devil through this deliverance prayer. Oh Heavenly Father, let these persons experience the fullness of Jesus' redemption. Glorify your name now and forever. The name of the Father and of the Son and of the Holy Spirit. Amen. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.